ഇപ്പോൾ എസ് വിനേഷ് കുമാർ കൂടി റാന്നിയിൽ നിന്ന് ചേരുന്നു. വിനേഷ് കുമാർ പറയൂ. SKN ഇപ്പോൾ ഇവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ പരിമിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും ഈ വീടുകളിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം എന്തായാലും ജില്ലാ കളക്ടർ ഇപ്പോൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഈ റാന്നി പട്ടണം വെള്ളത്തിലായതിൻ്റെ അവിടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നേരിട്ട് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റുള്ള പോലീസ് സംവിധാനങ്ങളും മറ്റ് ഫയർഫോഴ്സ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഇങ്ങോട്ട് എത്തും. അല്പസമയത്തിനകം തന്നെ കുറച്ചുകൂടെ കാര്യക്ഷമമായുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം കലക്ടർ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് ഇത് നടപടി പെട്ടെന്ന് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. എന്തായാലും രക്ഷാപ്രവർത്തനം വൈകി എന്നാണ് ആളുകൾ പറയുന്നത്. ഇല്ല, അങ്ങ് വൈകിട്ടില്ലല്ലോ. കാര്യം നമ്മൾ ഫയർഫോഴ്സ് രാവിലെ മുതൽ തന്നെ ഉണ്ട്. രാവിലെ മീൻസ് രാത്രി മുതൽ തന്നെ ഇവിടെ ഉണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. NDRF ടീമാണ് തിരുവല്ലയിൽ നിന്ന് വരേണ്ടതാണ്. അവർ ഇപ്പോൾ 4ാമത്തെ റോഡാണ് ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവർക്ക് എത്തണ്ടേ ഇവിടെ. അവരിപ്പോൾ എത്തിയപ്പാറയുണ്ട്. അവരും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലങ്ങളിൽ 2-3 ക്യാമ്പ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരെ മാറ്റുന്നുണ്ട്. ഇവിടെയും ഉണ്ട്. കോന്നിയിൽ നമ്മളിപ്പോൾ 2 ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുണ്ട് കോന്നിയിൽ ഈ ഉരുൾപൊട്ടലുണ്ടായതിനോട് ഉരുൾപൊട്ടലില്ല, മണ്ണിടിച്ചിലാണ്. ഉരുൾപൊട്ടൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടില്ല, ഡാമേജ് വന്നിട്ടുണ്ട്. വീടായിട്ട് നഷ്ടപ്പെട്ടില്ല, ഡാമേജ് വന്നിട്ടുണ്ട്. മണ്ണ് വീഴുന്നിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലില്ല. ഇവിടുന്ന് ഏകദേശം എത്ര കുടുംബങ്ങളെ മാറ്റുന്നുണ്ടാവും? എണ്ണം കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ നിൽക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ 3-4 വീടുണ്ട്. അത് മാറ്റാനാണ് ഇപ്പം അഡീഷണൽ ഫയർഫോഴ്സിലുള്ള ആളുകൾ ഫയർഫോഴ്സ് ആരോ വിളിച്ച് ആരുടെ ഭാഗത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അവർ വിളിച്ചതുപോലും ഇല്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ വീടിന്റെ മുകളിൽ കുടുങ്ങിപ്പോയ ആൾ. ഇത്തരം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടല്ലോ. എല്ലാ സ്ഥലത്തും ഇപ്പോൾ 3:30 മണി മുതൽ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഇപ്പോൾ 2 ടീം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടല്ലോ ഇവിടെ. എല്ലാ ഫോറസ്റ്റുകാരുണ്ട്, റവന്യൂ ഉണ്ട്, വില്ലേജ് ഉണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാവരും ഉണ്ട്. 2018 സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ റാന്നിയിലൊക്കെ ഉള്ളത്, ഈ പമ്പയുടെ തീരത്ത് ഈ ഒരു പ്രദേശത്ത് വന്നിരിക്കുന്നത്. അതിന്റെ പ്രശ്നം ഇന്നലെ രാത്രി നമ്മൾ വടശ്ശേരിക്കര ഭാഗത്ത് വലിയ നല്ല മഴ പെയ്തു. 300 mm മഴ പെയ്തുകൊണ്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ. ഇന്നലെ രാത്രി വരെയും ഓറഞ്ച് അലേർട്ടാണ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള മുൻഗണന നിർദ്ദേശം നേരത്തെ കൊടുത്തിരുന്നു. നമ്മളിപ്പോൾ മൂഴിയാറടക്കമുള്ള ഡാമുകൾ മുൻകൂട്ടി തന്നെ തുറന്നിരുന്നു. അതൊക്കെ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിരുന്നതാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ രാത്രി ശക്തമായ മഴ പെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വെള്ളം വന്നിരിക്കുന്നത്. കോട്ടയത്തെ മലയോര മേഖലയിലെ മഴ ഒരു പ്രശ്നമാകുന്നുണ്ട്. നമ്മൾ രണ്ടും ഇപ്പോൾ അത് മാത്രമല്ല, ഇടുക്കിയിൽ നല്ല മഴയുണ്ട്. 2 സ്ഥലത്തും ഉള്ള പ്രശ്നമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തു. അത് അവധി കൊടുത്തു. വിദ്യാഭ്യാസ നേരത്തെ മാത്രമാണോ അതോ ഇന്ന് മാത്രമേ ഉള്ളൂ? അപ്പം നാളെ മുതൽ യെല്ലോ അലേർട്ടാണ്. ഇല്ല, ഇന്ന് മാത്രമാണ് ഇപ്പോൾ അലേർട്ടുള്ളൂ. ഓറഞ്ചും റെഡും ഉണ്ട്. മാറി വന്നുകൊണ്ടിരിക്കുക. 3 മണിക്കൂർ കൂടുമ്പോൾ മാറി വന്നുകൊണ്ടിരിക്കുക. റെഡ് അലേർട്ടിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.